ഇന്ന് തോട്ടിയൊക്കെ പിടിച്ചിട്ട് എവിടേക്കാ വിചാരിക്കണ്ടാവൂലേ? ഇന്ന് നമ്മള് തോട്ടി പിടിച്ചിട്ട് പച്ചപ്പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൊടിയില്. അപ്പൊ ഇന്ന് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് പച്ചപ്പുളി പറിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇന്ന് വീണു. ഇനിയുള്ളതൊക്കെ മുകളിലാണ് കേട്ടോ. ഒരു രക്ഷയില്ല കിട്ടാന്. അതും താഴേക്ക് വീണു. പൊന്നൂശി കത്തി കത്തി. വികൃതി അടിക്കണ്ട. എടി കുമ്പളങ്ങ എടുത്ത് വെച്ചോണ്ട് മാച്ചിട്ടി വെച്ചാ പൊന്നാ. അടി വേണ വടി എവിടെ വടി പൊന്നാ അവിടെ വെക്ക് അവിടെ വെക്ക് കൂട്ടായി വെക്കാൻ അവിടെ വെക്ക്. എന്ത് കുമ്പളങ്ങ ചമ്മോ ഇവന്റെ സംശയം. ഇവൻ പഠിച്ച് ആരാവും? അത് കുമ്പളങ്ങ. ചേമ്പ് എവിടെ? ഒന്ന് മാറിക്കാ. എന്ത് അമ്മ കൂട്ടായി വെച്ചട്ടെ? കൂട്ടായി. അതോ 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 പോയി ഉറങ്ങിക്ക. ഒന്ന് ഉറങ്ങിക്ക. രാവിലെ നേരത്തെ നീച്ചതാ. എന്റെ കുട്ടിയുണ്ടോ ഇതിന്റെ അടുത്തേക്ക് വന്നപ്പോ എന്റെ കുഞ്ഞുണ്ണിക്ക് ഇഷ്ടായിട്ടില്ല അല്ലേ? ഇതാ എന്റെ കുട്ടി. പൊന്നോ ചേമ്പ് വേണോ? ഇതെന്താ ചോക്ക്? എന്താ ചായ പറ. ചായ ചായ. നമ്മളിന്ന് ചേമ്പും കുമ്പളങ്ങിയും പച്ചപ്പുളിയും പാടെ കൂട്ടിയിട്ട് ഒരു കൂട്ടാനാണ് കേട്ടോ വെക്കണത്. നമ്മുടെ കുഞ്ഞുണ്ണിക്ക് പനിയാണ്, അതാ ഒട്ടിയിരിക്കണത്. അതിന് ഭക്ഷണം കഴിക്കണമില്ല, പോയി കിടക്കണമില്ല അല്ലേ? ഇപ്പോഴൊക്കെ നാട്ടിൻപുറത്തൊക്കെ തന്നെ ഇരിക്കും ഇങ്ങനെ. പുളിയുടെ സീസൺ ആകുമ്പോ, പച്ചപ്പുളിയുടെ സീസൺ വരുമ്പോ പച്ചപ്പുളിയും കൊണ്ട് കൂട്ടാൻ വെക്കും. അതേപോലെ നമ്മുടെ മാങ്ങ കിട്ടുമ്പോ, ചക്ക കിട്ടുമ്പോഴൊക്കെ അതും കൂടെ ഒക്കെ കൂട്ടാൻ വെക്കുക. അപ്പൊ നമ്മൾ ഇന്നില്ലേ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു കൂട്ടാൻ ഉണ്ടാക്കണ്ടേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുപ്പത്ത് വയ്ക്കണം.
മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും. അപ്പൊ ഇന്നത്തെ കൂട്ടാൻ അമ്മ വെക്കാന്ന് പറഞ്ഞുട്ടോ. അതിനി ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ആദ്യം അവരല്ലേ അമ്മ മുളക് പൊടി മുളക് പൊടി ഇടുന്നുണ്ട് കറി. അമ്മയാണ് കേട്ടോ. അമ്മയും വീട്ടിലത്തെ അമ്മയൊക്കെയാണ് ഇങ്ങനത്തെ കൂട്ടാന് ആദ്യം നമുക്ക് വെച്ച് കഴിക്കാൻ തന്നത്. ഇപ്പൊ എന്താ കൊറേ ആവുമ്പോ അമ്മമാര് വെക്കുന്ന കൂട്ടാന് നല്ലൊരു കൈപ്പുണ്യം അതേപോലെ നല്ല രുചിയല്ലേ. അന്ന് അമ്മയാണ് കേട്ടോ കൂട്ടാൻ വെക്കണത്. അമ്മ തന്നെ പറഞ്ഞ അമ്മ വെക്കാന്നുള്ളത്. അടച്ചു വെക്കണ്ടേ അമ്മ അത്? മുമ്പേക്ക് അങ്ങനെ കറി വെക്കുക, പുളി ഉണ്ടാവില്ല. അപ്പൊ പച്ചപ്പുളി എവിടെയുള്ളത് വെച്ചാൽ വറുത്ത് കൊണ്ടുവരും. എന്നിട്ട് മോരിന്റെ പകരം പച്ചപ്പുളി ഒഴിക്കും. ഈ പച്ചപ്പുളി മാത്രം ഇട്ടിട്ട് പുളിഞ്ചാറും വെക്കില്ലേ? പച്ചപ്പുളി ഇട്ടിട്ട് പഴുക്കാറാവുമ്പോ അല്ലേ പച്ചപ്പുളി വേവിച്ചിട്ടുണ്ട് എടുക്കുക. എന്നിട്ട് തെരുമ്പി പിഴിഞ്ഞ് ഒഴിക്കുക. എന്താ ഇപ്രാവശ്യം അങ്ങനെ എവിടെയും കാണാനില്ല. എവിടെ ഇപ്പൊ നമ്മുടെ ഇവിടെ പുളിമരമുള്ളത് കാണാൻ? നമ്മുടെ എന്താ പുളിയിൽ തന്നെ പുളിയില്ല. കാണിച്ചെങ്കിൽ 2 പുറം പുളിയേനും കിട്ടാനുള്ളതുണ്ട്. കാക്കിയായിരിക്കും കഴിഞ്ഞാലും 2-3 ഉണ്ടായത്. ഇത് എന്താ താഴെന്നല്ലേ കുറച്ച് മുകളിലാണ്. ഞാൻ ടെറസിന്റെ മുകളിൽ കയറി നിന്നിട്ടാ വലിച്ചത്. അമ്മ ഉണ്ട് ഇന്നലെ പറിച്ചിട്ട് വന്നിട്ട് ഉപ്പും ഇട്ടിട്ട് തിന്നണു. അപ്പോഴാണ് ഞാൻ ഇതില് പുളി ഉണ്ടായിക്കണോ അമ്മൂട്ടിയെ പറഞ്ഞപ്പോ അതില് പുളി ഉണ്ട് അമ്മ പറഞ്ഞു. എന്നാ കൊണ്ടുപോവാ നമുക്ക് ഇങ്ങനെ കൂട്ടാൻ വെക്കാലോ അമ്മൂട്ടിയെ പറഞ്ഞപ്പോ അമ്മ പോയി വെക്ക്. ഒറ്റൊന്നും കണ്ടിട്ടില്ല. അമ്മയ്ക്ക് മോളിക്ക് നോക്കുമ്പോ കാണാണ്ടാണ്. അധികം പിന്നെ വലിപ്പൊന്നുമില്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 5-6 കിട്ടിയ നല്ല പുളി ഇത്ര അങ്ങനെ വണ്ണമില്ലാത്ത ഈ മുക്കലുണ്ടായിരുന്ന പുളിയിലത്തെ അങ്ങനത്തെ പുളിയായിരുന്നു. അതിന്റെ അപ്പുറത്ത് ഉണ്ടായിരുന്ന മരത്തിലെ വലിയ വലിയ പുളിയായിരുന്നു. ഇത്ര മതിയോ? അത് മതി. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അരച്ചെടുക്കാം. അറിയില്ല, അമ്മക്കറിയില്ല. നീയല്ലേ പഠിക്കണത്. എന്താ ടീച്ചർ എഴുതി തരാറ്? നേരെ ഇരിക്കേ, നേരെ ഇരിക്കേ. പപ്പടക്കമ്പിയിൽ ഇങ്ങനെ കുത്തിയിട്ട് കൂട്ടാലിൽ ഇറക്കി വയ്ക്കുക. അപ്പൊ വെന്ത എടുത്തിട്ട് പിഴിയുക. അല്ലാതെ നന്നിട്ട അതിന്റെ കുരുവും ആ തൊണ്ടൊക്കെ അതാ പൊട്ടി പോണു. ഈർക്കിലല്ലേ ശരിക്കിടുക? അന്ന് ഈർക്കല്ലേ ഉള്ളൂ. ഇപ്പൊ കമ്പി ഉണ്ടല്ലോ, പപ്പടക്കമ്പി. ഇല്ലാത്ത കാലത്ത് ഈർക്കലയിൽ കുത്തി വയ്ക്കും. പച്ചീർക്കിലിയിൽ ഇങ്ങനെ കുത്തി തുളയ്ക്കൂലേ? നല്ല പുളിപ്പുള്ളതായിരിക്കും പറഞ്ഞിട്ടാ. പക്ഷെ അത് പൊക്കോട്ടെ. നടന്നിട്ടൊന്നുമില്ല. പുളി വെക്കട്ടെ. പുളി എന്ത് വേവുമ്പോഴേക്ക് മുറുക്കാൻ ഇടിക്കൊന്നല്ല കേട്ടോ. നമ്മള് അച്ചാറിക്ക് വേണ്ടിയിട്ട് ഉലുവയും കായവും പൊടിച്ചെടുക്കുകയാണ്. എന്താ അടക്കിയാണ് ഇങ്ങനെ കുത്തുക. അതുപോലെ ഇപ്പൊ അച്ചമ്മയുടെ ചെറുപ്പത്തിലേ വെറ്റിലി അടക്കിയൊക്കെ ഇങ്ങനെ കുത്തുക ചെയ്യാന്ന്. അച്ചമ്മ വെറ്റിലി മുറുക്കാൻ തുടങ്ങണ്ടോ ചോദിച്ചക്കാ ചോദിക്കേ. എന്താ
ഇന്റെയൊക്കെ ചെറുപ്പ സമയത്ത് എല്ലാ വീട്ടിലും ഈ ചെല്ലപ്പെട്ടി ഉണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനെ കുത്തി കുത്തി മേടിയിട്ട് വെറ്റിലി അടക്കിയൊക്കെ തിന്നോട്ടോ. ഞങ്ങളുടെ വീടിന്റെ താഴത്ത് കല്യാണി അച്ചമ്മ ഉണ്ടായിരുന്നല്ലേ, കല്യാണി അച്ചമ്മയും നാണിയച്ചമ്മ ഒക്കെ വെറ്റില മുറുക്കും. അപ്പൊ വെറ്റില മുറുക്കണേക്കാട്ടിൽ എന്താണെന്നറിയാം, അവരുടെ ചെല്ലപ്പെട്ടിയില് 50 പൈസ 1 രൂപയൊക്കെ ഉണ്ടാവും. അപ്പൊ വെറ്റില് വാങ്ങാൻ പോണോന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിന്നാലെ പോകും. എന്താ വെറ്റില് വാങ്ങാൻ പോയി കഴിഞ്ഞ വെച്ചല്ലേ മുട്ടായി കിട്ടും, മുട്ടായി വാങ്ങാൻ പൈസ തരും. അപ്പൊ വെറ്റില് കഴിഞ്ഞോ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി നോക്കും. ഇപ്പൊ പിന്നെ വെറ്റില് എന്താ 50 പൈസ ഒന്നും അല്ല, അന്നൊക്കെ 5 പൈസ 10 പൈസ 20 പൈസ. ഞാനൊക്കെ ഇതായപ്പോ എന്താ 50 പൈസയൊക്കെ തന്നിരുന്നു. അതാ അങ്ങോട്ട്. അപ്പൊ 25 പൈസ അങ്ങനെ തരും. ആയപ്പോ മാറി. ഇപ്പൊ തന്നെ 5 പൈസയും 10 പൈസയൊക്കെ എടുക്കണ മാറി. പുളി വെന്തു. ചൂടമ്മ നല്ല മന്തു. ഒരു തള അടച്ചപ്പോക്ക് വെന്തു അല്ലേ? ചൂടാ. കഷ്ണങ്ങൾ വേഗം വേവില്ല. ചേമ്പ് എന്തപ്പ വല്ലാണ്ട് വെന്തൊടയാത്ത? മറ്റേ ചേമ്പൊക്കെ വെന്തൊടഞ്ഞിട്ട് അല്ലേ കുറുകി വരും കൂട്ടാൻ. അതിന് തൊടിയിലാണ് ചേമ്പ് ഉണ്ടാക്കുക. ഇപ്പൊ ഈ പാടത്തൊക്കെ അല്ലേ ഉണ്ടാക്കുക. അത് വേഗം ഒന്നും വേവില്ല. വെള്ളത്തിലൊക്കെ നമ്മുടെ മധുരച്ചേമ്പ് പറിക്കാറായമ്മ? അത് കഴിഞ്ഞെല്ലാം പറിക്കാണ്ടൊക്കെ പഴക്കായി പോയില്ലേ. ഇപ്പൊ ചെടിയും കൂടി ഇല്ല അവിടെ. ഇനി എന്താ ചെയ്യാ? അതെന്താ ചെയ്യാ? അതെന്താ ചെയ്യാ? അതിലുണ്ടോ നോക്കുക. നമുക്കത് കടിച്ചു നോക്കുമ്പോ നല്ല പുളിപ്പുള്ള പുളിയാണ്. അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാൻ പുളിച്ചിട്ട് കൂട്ടാൻ പറ്റാണ്ടാവും. ചേമ്പിന്റെ കഷ്ണം അങ്ങനെ തന്നെ കിടക്കണം. ഒന്നും കൂടി ചിലപ്പോ ആവട്ടെ. കുമ്പളങ്ങി നല്ല വെന്തിട്ട് വരുന്നില്ലല്ലോ. ഒന്നും കൂടി വെന്തിട്ട് പോരെ? കഷ്ണം അങ്ങനെ കിടക്കണം. പുളി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയമ്മ? നോക്കിയിട്ടില്ല. ഒരു മുളകും വിശേഷ സമയങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. കടുകും ഉലുവയും ഉണക്കമുളകും. പച്ചപ്പുളി ഒഴിച്ച് വെക്കുമ്പോ മോരിക്കൂട്ടാൻ വെക്കുന്ന മാതിരിയാണ്. പിന്നെ എന്താ നമ്മളിത് കൂട്ടിയിട്ട് കാണിക്കണില്ല കേട്ടോ. സ്വാമിശരണം ഉള്ളത് കൊണ്ട് അവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുള്ളൂ. നമ്മൾ മോരും വെള്ളമൊക്കെ കുടിച്ചു ഇതിന്റെ ഇടയ്ക്ക്. പിന്നെ ഇതാ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, നമ്മൾ കായോ ഉലുവയും പിന്നെ ഈ വടുവപ്പുളി അച്ചാറ് നാരങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ നമ്മൾ കാണിച്ചിരുന്നതാണ്. പിന്നെ കൊത്തമരയ്ക്ക് ഉപ്പേരി ഉണ്ട്. അതേപോലെ സാമ്പാർ, രാവിലെ ഇഡ്ഡലി സാമ്പാറായിരുന്നു. അപ്പൊ സാമ്പാറും ഉണ്ട്. അപ്പൊ കുറച്ച് കൂട്ടാൻ മതി. ഒരു നേരം മാത്രമാണ് ചോറ് കഴിക്കുള്ളൂ. വൈകുന്നേരത്ത് കഞ്ഞിയായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കൂട്ടോ. ഇവിടെ പലഹാരം കിച്ചൂട്ടിന് പറ്റണേ ഇല്ല. ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എനിക്ക് ചപ്പാത്തി വേണ്ട, എനിക്ക് ചോറ് മതിയെന്ന്. അവന് അതിന് പലഹാരം കഴിക്കുകയൊക്കെ ചെയ്യും. അത് പറ്റിയ കറി വേണം. ഇന്നലെ സാമ്പാർ കൂട്ടി കഴിച്ചു. അവന് ഇന്ന് ഇഡ്ഡലി സാമ്പാറായപ്പോ കുഴപ്പമില്ല. അടുക്കള കൊണ്ടയ്ക്കാം. പാവുണ്ണി എന്തടാ നീ ഒന്നും കഴിക്കാത്ത? അതുകൊണ്ട് എടുക്ക് തെരുക്കൊപ്പെടുത്തരമ്മ.
ഇപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല പച്ചപ്പുളി വെച്ചിട്ടുള്ള ഒരു കൂട്ടാന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഈ കൂട്ടാന്. ഇതിന്റെ കൂടെ അല്ലേ ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ടമുളകോ ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറിനാട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഒരു നാളെ കാണാൻ ടാറ്റ കൊടുക്ക്. ടാറ്റയൊക്കെ തരുന്നുണ്ട്.